ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബ്ലിസ്സിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ എളംകുളത്ത് പുതിയൊരു പാർലർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി കട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാനും ബ്ലിസ്സും കൂടെ ഇങ്ങോട്ട് പോവാണ്. വരൂ, ഹെൽമെറ്റ് എടുക്കണ്ടല്ലോ. ഞാനും ബ്ലിസ്സും ഇങ്ങോട്ട് പോവുകയാണ്. ആണോ? എനിക്ക് ഈ താഴെ ഇങ്ങനെ ചുരുണ്ട് കിടക്കും ബ്ലിസ്, അതാ എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചിലർ ഇങ്ങനെ കാശ് കൊടുത്ത് കേളർ വാങ്ങിച്ച് കേളി, എനിക്ക് ഇഷ്ടമല്ല കേളായി കിടക്കുന്നത്. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ്. പാർലറിൽ ചെന്നിട്ട് കാണാം. മതിയോ? വീഡിയോ എടുക്കാനോ? ആ, സ്ട്രൈറ്റ് കട്ടാണ്. ആ, സ്ട്രൈറ്റ് കട്ട്. ഇതിപ്പോ എന്താ ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ലാസ്റ്റ് എന്ത് കട്ട് ചെയ്ത്? ലെയർ കട്ടല്ലേ ചെയ്തത്? ഇത് സ്ട്രൈറ്റ് കട്ട് ആക്കണമെങ്കിൽ ഈ ലെങ്ത്തില്, അതായത് ഈ മേലത്തെ ഹെയറിന്റെ ലെങ്ത്തിൽ കട്ട് ചെയ്യേണ്ടി വരും. അല്ല, ഞാൻ ലെങ്ത് പറഞ്ഞുതരാം. ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടിരിക്കും പ്ലീസ്. ഈ ഒരു ലെങ്ത് ചെയ്യുന്ന ആദ്യം ഇത്രയും ഷോർട്ട് ചെയ്യണം. ഇത്രയും ഷോർട്ട് ചെയ്യണം. ഇത് ഇത്രയും കട്ട് ചെയ്യണം. ഈ ഹെയറിന് ലെയർ കട്ടല്ലേ നല്ലത്? അല്ല, ആണോ? അല്ല, അത്ര ഒത്തിരി മുടി പോവില്ലേ ഇപ്പോൾ? അയ്യോ, ഇത് സ്ട്രൈറ്റ് കട്ട് ചെയ്യുമ്പോഴേ കുറെ പോകുന്നത്. ആണോ? ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പോണിട്ടൈൽ, ആളെപ്പോഴും പോണിട്ടൈലാണ് കിട്ടുന്നത്. ഭംഗിയായിരിക്കോ? പക്ഷെ ടെയിൽ ഒരുപാട് വരാതെ കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ആളുടെ ഹെയറിന്റെ ടെക്സ്ചർ കുറച്ച് ഫൈൻ ടെക്സ്ചർ ആണെങ്കിൽ ഒരു ഇത്രയൊക്കെ വെച്ച് ഷോർട്ട് ചെയ്താൽ ഭംഗിയുണ്ടായിരുന്നു. പ്രിഫർ ചെയ്യാറുണ്ടോ? ആണോ? ഇതെന്താ ഈ ഹെയറിൽ ചെയ്യുന്നത്? ഷാംപൂ, കണ്ടീഷണർ? വെരി നൈസ്. ഫുള്ളിടാണ് കേട്ടോ. ഇത് ഭയങ്കര റഫാ. ആള് കളർ മാത്രം ചെയ്യും. ഹെയർ എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ ഇതുണ്ടോ പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. അത്രയും കളറിങ്ങിന്റെ അല്ല, കണ്ടീഷണർ ഇടാറില്ലല്ലോ. കണ്ടീഷണർ ഇടാറില്ല. സോപ്പ് ജസ്റ്റ് യൂസ് ചെയ്യും. ഗുഡ് ഗേൾ. സോപ്പിട്ട് മുടി കഴിയുന്ന ആളെല്ലാരും കണ്ടു. സോപ്പ് യൂസ് ചെയ്യില്ല വിളിച്ച, എനിക്കറിയത്തില്ലായിരുന്നു കേട്ടാ. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ആ, ചേട്ടൻ്റെ വൈഫാ. വേണമെങ്കിൽ ഈ ഒരു ലെങ്ത്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ മേലേക്ക് ഒരു ഇത്ര വരെ ലെയർ ചെയ്യാം. ഒത്തിരി ലെങ്ത്ത് കുറയ്ക്കാതെ ജസ്റ്റ് ഒരു ലെയർ. അല്ല, ലെങ്ത്ത് കുറഞ്ഞാലും പോണിട്ടൈൽ കിട്ടുമ്പോൾ ഭംഗിയായിരിക്കണം, അത്രേ ഉള്ളൂ. ലെങ്ത്ത് ഒത്തിരി ഇത്രയൊന്നും കുറയായിരുന്നു. അദ്ദേഹം മാനേജ് ചെയ്യണ്ടേ? കണ്ടീഷണർ ഇടുന്നില്ല, ഷാമ്പൂ ഇടുന്നില്ല, സിറം, ഈവൻ ജസ്റ്റ് ഒന്ന് കണ്ടീഷണർ ഇട്ടാൽ തന്നെ ഒരു മാറ്റം വരും. ശരിക്കും പറഞ്ഞ പോണിറ്റെയിൽ സ്ട്രെയിറ്റ് കട്ട് ചെയ്താൽ പോണിറ്റെയിൽ കെട്ടുമ്പോഴാണ് ടെയിൽ പോലെ വരിക. അതായത് സ്ട്രെയിറ്റ് ഇങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇടുമ്പം ഇത് നേരെ ആയിരിക്കും. ഈ സാധനം നമ്മൾ ഹൈറ്റിലേക്ക് എടുക്കും തോറും അടിയിലത്തെ ലെങ്ത് കുറഞ്ഞു വരും. ഈ മേലത്തെ മാത്രമായിരിക്കും ഇങ്ങനെ വാല് പോലെ കിടക്കും. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ ഒരു ഐഡിയ പോലെ കട്ട് ചെയ്തോ? ജസ്റ്റ് ഒരു ലെയർ കൊടുക്കാം. ഫ്രണ്ടിലും ഒരു ചെറിയ ലെങ്ത് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യട്ടെ, എന്നാലും ഇതിൻ്റെ ആക്ച്വൽ ടെക്സ്ചർ അറിയില്ല. സോപ്പാണോ യൂസ് ചെയ്യുന്നത്? ഇല്ല, ഞാൻ കുറച്ച് ഷാമ്പു യൂസ് ചെയ്ത് ഈ ഇടയ്ക്ക് വാഷ് ചെയ്യാം. ആയിരുന്നോ?
ബ്രദറ് മുടി വെട്ടിക്കളയില്ലെന്നും പറഞ്ഞ് വിട്ടതാ. ഞാൻ നിർബന്ധിച്ച് പിടിച്ചോണ്ട് വന്ന ഇന്ന് വെട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ റിലാക്സ് ചെയ്ത് ഇറങ്ങി പോരുത്, കുറച്ച് ബാക്കിൽ. എണ്ണ എടുക്കരുത്. ഇല്ല ചേച്ചിയൊക്കെ ഇട്ടിരുന്നില്ല. ടവലൊന്ന് കഴിക്കണം. 2 സെക്കൻഡ്. ബാക്കിലേക്ക് അൺകംഫർട്ടബിൾ പോലെ. ചട്ടം. പക്ഷെ ഞങ്ങളുടെ അവിടെ ബ്യൂട്ടി പാർലർ കടയിരിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ ഇവിടെ 2 മിനിറ്റോളം മുടി കഴിയുന്നത് വെറുതെ ഇങ്ങനെ. എല്ലാ അനുചേച്ചി ഉണ്ട്. അനുചേച്ചി എപ്പോഴും പറയും എല്ലാ മാസം നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ ഒന്ന് വാഷ് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ മുടി മറാച്ചിയുടെ മുടി സ്മൂത്തായിട്ടാണ് കിടക്കുന്നത്.
തല ചരിക്കട്ടെ. നല്ലതാ. ഡെയിലി യൂസ് ചെയ്യാലോ. അടിപൊളിയായി.